നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തതാണ്. ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ വളരെ ചുരുക്കത്തിൽ നോക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന അജണ്ട. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കാണുക. വ്യക്തമായിട്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ ജാഗ് എൻട്രീൻ്റെ നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. സ്ഥിരജോലിയാണ്, ഷോർട്ട് സർവീസ് ആണ്, പക്ഷേ അഗ്നിവീരല്ല, 4 വർഷത്തേക്കുള്ളതല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 55% കൂടിയുള്ള LLB ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. യോഗ്യതാ വിവരങ്ങളൊക്കെ മുന്നിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ഇതിന് പരീക്ഷ വരുന്നില്ല. നിങ്ങൾ അപേക്ഷിക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, SSB ഇൻ്റർവ്യൂ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും. ഇതൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റ് വന്ന് ജോയിനിങ് ലെറ്റർ ലഭിക്കുന്നതായിരിക്കും. സോ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ ലെഫ്റ്റനൻ്റ് ആയിട്ടാണ് കയറാനായിട്ട് പോകുന്നത്. പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രെയിനിങ് ടൈമിൽ ലഭിക്കുന്നതാണ് കേട്ടോ. സ്റ്റൈപ്പൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 56,000, അതായത് 1.5 ലക്ഷത്തിൽ കൂടുതൽ രൂപ അവിടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റിംഗ് ആണ് നിങ്ങൾ കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ 21 വയസ്സ് മുതൽ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആവാം കേട്ടോ. ആഫ്റ്റർ 10 വർഷത്തിന് ശേഷം പെർമനൻറ്റ് കമ്മീഷനിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. പിന്നെ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ വണ്ടിക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞാൽ, 14 വർഷം കഴിഞ്ഞാൽ, അങ്ങനെ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കി 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് ബ്രാഞ്ചിലേക്ക് അല്ല പെർമനൻറ്റ് കമ്മീഷനിലേക്ക് മാറണമെന്നുണ്ട്, അങ്ങനെ ചെയ്യാം. പിന്നെ റിലീസിങ് ബെനിഫിറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിപ്പെൻഡ് ഓൺ യുവർ സർവീസ് ആൻഡ് റിലീസ്, അതായത് പെട്ടെന്നൊക്കെ ഇറങ്ങിയാണെങ്കിൽ അതിനനുസരിച്ച് കുറയുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതൊരു ലാസ്റ്റ് ഡേറ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആഴത്തിൽ കടക്കുന്നില്ല. ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 21 മുതൽ 27 വയസ്സ് വരെ അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ജൂലൈ 1999 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. യോഗ്യത 55% കൂടി 55% കൂടിയുള്ള LLB ഡിഗ്രിയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ അഡീഷൻ ആയിട്ട് CLAT PG 2025 സ്കോർ കാർഡ് ഈസ് മാൻഡേറ്ററി ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇൻക്ലൂഡിംഗ് LLM ക്വാളിഫൈഡ് ആൻഡ് LLM അപ്പിയറിംഗ് കാൻഡിഡേറ്റ്സ് ഇവിടെ പ്രത്യേകം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് കാൻഡിഡേറ്റ് ഷുഡ് ബി എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് എൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ കീഴിലോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ടോട്ടൽ 8 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. 49 വീക്കിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും OT എന്ന്, ഓഫീസർ ട്രെയിനിങ് അക്കാഡമി, ചെന്നൈയിലാണ് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ 2.4 കിലോമീറ്റർ ഓട്ടം 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അത് ഫീമെയിൽസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 13 മിനിറ്റ്. സിറ്റപ്പ് ഉണ്ട്, 30 എണ്ണം എടുത്തിരിക്കണം. ഫീമെയിൽസ് 25. അപ്പോൾ ഒരു ഇവൻ്റ് ഇവിടെ ഇങ്ങനെ ആദ്യം മെയിൽ പിന്നെ ഫീമെയിൽ എന്നാണുള്ളത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പുഷപ്പ് ഉണ്ട്, 40 15 എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ക്രോസ് ഗ്രിപ്പ് ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കും 4 to 6. അതുപോലെ ഇവിടെ 2 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സ്ക്വാഡ്സ് കാണാൻ സാധിക്കും 2 സെറ്റ് ഓഫ് 30 റിപ്പീറ്റേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലഞ്ചസ് ഉണ്ട്, 2 സെറ്റ് ഓഫ് 10 റിപ്പീറ്റേഷൻ, ഓൾസോ സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പുറം. അതുപോലെ സ്വിമ്മിങ്ങിൻ്റെ ബേസിക് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം, അതായത് 25 മീറ്റർ എന്ത് ചെയ്യണം, സ്വിം ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 സ്ഥലത്തും ഏകദേശം ഒരുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് റാങ്കിലാണ് നിങ്ങൾ എൻ്റർ ആവാനായിട്ട് പോകുന്നത്. അപ്പോൾ ലെഫ്റ്റനൻറ്റ് റാങ്കിൻ്റെ സാലറിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ച് അങ്ങനെ കയറി പോകാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ട്, അലവൻസും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ തന്നെ കാണാൻ സാധിക്കും മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് 15,500 രൂപ ഈ ഒരു ലെഫ്റ്റനൻറ്റ് മുതൽ ബ്രിഗാഡിയർ പോസ്റ്റ് വരെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അവിടെ തന്നെ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുക. 15,500 രൂപ ഈ ശമ്പളത്തിൻ്റെ പുറമേ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇതൊക്കെ അലവൻസാണ് കേട്ടോ. ഇത് സ്റ്റൈപ്പൻ്റ് ആയിട്ട് നിങ്ങളുടെ ട്രെയിനിങ് ടൈമിൽ 56,100 രൂപ അത് ലഭിച്ചുകൊണ്ടിരിക്കും. 1.5 ലക്ഷത്തിൻ്റെ മുകളിൽ രൂപ അവിടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം അലവൻസിൻ്റെ കാര്യങ്ങളാണ്. ഡ്രസ്സ് അലവൻസ് 20,000 രൂപ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ അലവൻസ് 2,250 രൂപയുണ്ട്. അതുപോലെ തന്നെ അതിനായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് 6,750 രൂപ പെർ മന്ത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറേയധികം അലവൻസും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ആർമീൻ്റെ വെബ്സൈറ്റിൽ കയറി അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 27 ഓൾറെഡി നമ്മൾ പറഞ്ഞു. 27 ജാനുവരിയിലാണ് അപേക്ഷ തുടങ്ങിയത്. 27 ഫെബ്രുവരി 2026 വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.